മാറ്റുന്നു. ആർമിയുടെ ഒരു വാഹനം ഇവിടേക്ക് വിളിച്ചു വരുന്നു. അതേ ആർമിയുടെ ഒരു വാഹനം തന്നെ വരുന്നു അനുജ. അതായത് അതിന്റെ വെയിറ്റ് അടക്കം ചെക്ക് ചെയ്യണം. 24 ടൺ എന്നൊക്കെ പറയുകയാണെങ്കിലും ഈ പാലത്തിന്റെ കാര്യക്ഷമത, പാലത്തിന്റെ ഉറപ്പടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. കാരണം നമ്മൾ കണ്ടതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഭാഗത്ത് നിന്ന്, അതായത് ഇങ്ങനെ ഈ വേലിപ്പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ കുറച്ച് നാളതുണ്ടാകും. അപ്പൊ നാട്ടിലെ ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതാ ആർമിയുടെ വാഹനം വരികയാണ് അനുജ. ആർമിയുടെ വാഹനമായിരിക്കും ആദ്യം ബെയിലി പാലത്തിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് അതിന്റെ ആ ഒരു ഭാരം, അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷി അടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. അതിനുശേഷം ആംബുലൻസുകൾ വരും, ട്രക്കുകൾ വരും. ട്രക്ക് ഇൻ ദ സെൻസ് നമ്മൾ ഈ പ്രൊക്ലൈനറുകൾ വരും, JCBകൾ വരും. അതടക്കം വന്ന് അപ്പുറത്തേക്ക് കടക്കുവാൻ പറ്റുമോ എന്നുള്ളതിന്റെ ആദ്യഘട്ട പരിശോധന. പക്ഷേ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ മുഖത്ത് ഒറ്റപ്പെട്ടൊരു നാടിനെ പുറംലോകവുമായി ചേർത്ത് പിടിക്കാൻ അതാ ബെയിലി പാലത്തിലേക്ക് ആർമിയുടെ ആദ്യ വാഹനം കയറുകയാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുള്ള, മുണ്ടക്കൈ ഭാഗത്തെ പുറംലോകവുമായി കണക്ട് ചെയ്യാനുള്ള പാലത്തിലേക്ക് ആദ്യത്തെ ആർമി വാഹനം കടന്നിരിക്കുന്നു. അത് ആ മറുകര വരെ പോകണം. ആളുകളും കയറ്റിക്കൊണ്ട് ആ മറുകര വരെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ്. മറ്റെന്തെങ്കിലും പ്രശ്നം അക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ സന്തോഷിക്കാനുള്ള വഴി, അല്ലെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനുമൊക്കെ വലിയ തരത്തിൽ ഊർജ്ജമാകുന്ന നമുക്ക് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തേക്ക് നമ്മുടെ മനുഷ്യർ, നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർ. ബെയിലി പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. പാലത്തിലൂടെ സൈന്യത്തിന്റെ ആദ്യ വാഹനം കടന്നു പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് രക്ഷാദൌത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൽ മദ്രാസ് റെജിമെന്റ് ആണ് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പാലം പണിയാണ്. അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ആദ്യ വാഹനം, സൈന്യത്തിന്റെ ആദ്യ വാഹനം അതിലൂടെ കടന്നുപോയിരുന്നു. എസ് വിജയകുമാർ കൂടി വിശദാംശങ്ങളുമായുണ്ട്. വിജയകുമാർ, ഇത് ഈ രക്ഷാദൌത്യത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ബെയിലി പാലം ആ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നമ്മൾ.